ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പേരിൽ സംഭവിച്ചത് സസൂക്ഷ്മം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രങ്ങളുടെ കാവൽക്കാരാണ് ദ്വാരപാലകർ. ശബരിമലയിൽ ഇവർ അയ്യപ്പന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ടവരാണ്. ചെമ്പ് പാളികളിൽ പൊതിഞ്ഞാണ് ദ്വാരപാലകരെ സൂക്ഷിച്ചിരിക്കുന്നത്. 1999 ഇത് സ്വർണം പൂശാൻ തീരുമാനിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ ഇതിനായി കത്ത് നൽകുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി സ്വർണം പൂശാൻ അനുമതിയും നൽകുന്നു. ഇതിന് പിന്നാലെ സ്വർണ്ണ ആഭരണം നൽകുകയും ചെയ്തു. ഈ പാളികളിലാണ് 2019 വീണ്ടും സ്വർണം പൂശാനായി തീരുമാനിക്കുന്നത്. അതിനായി അഴിച്ചുകൊണ്ടുപോയത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ രേഖകളിൽ എഴുതി വച്ചത് ചെമ്പ് പാളികൾ എന്നാണ്. ചെമ്പ് പാളികളായിരുന്നവയിൽ 99 സ്വർണം പൂശുന്നുണ്ട്. പിന്നെ അവ സ്വർണം പൂശിയ പാളികളാണ്. അതിനു പകരം ചെമ്പ് പാളികൾ എന്നു തന്നെയാണ് എഴുതി വയ്ക്കുന്നത്. 2 തവണ സ്വർണം പൂശിയത് എന്തിനെന്ന ചോദ്യം ഒഴിവാക്കാൻ നടത്തിയ ഒരു തട്ടിപ്പ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല സംശയ നിഴലിലായത്. ദേവസ്വത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കൂട്ടുപ്രതികളാണ്. അങ്ങനെയെങ്കിൽ 2019 ഈ പാളികൾ അഴിച്ചെടുക്കുമ്പോൾ ചെമ്പ് പാളികളെന്ന് രേഖയുണ്ടാകില്ല. 2019 പിന്നീട് നടന്നത് എന്താണെന്ന് ഇനിയും വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. എന്നാൽ അതിനുശേഷം സംഭവിച്ചതാണ് കൂടുതൽ ദുരൂഹം.